ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സഗ. വളകൊമ്പൻ. ഒരിക്കൽ കുറുക്കൻ മാളത്തിന് പുറത്ത് ഭാര്യയും മക്കളുമൊത്ത് വെയിൽ കൊണ്ട് കിടക്കുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് തല പൊക്കി നോക്കി. ഒരു കടുവ മുന്നിൽ നിൽക്കുന്നു. കുഞ്ഞുങ്ങളുമായി പെൺകുറുക്കൻ പെട്ടെന്ന് മാളത്തിനകത്ത് കയറി. കടുവ കുറുക്കൻ്റെ കാലിൽ പിടികൂടി. എന്താ ചെയ്യുക? കുറുക്കൻ പറഞ്ഞു. കടുവച്ചേട്ടാ, എന്നെ തിന്നാനാണോ? എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒരു കാര്യം, എൻ്റെ ദേഹമാസകലം വിഷമാണ്, കൊടും വിഷം. ഇന്നലെ ഒരു വലിയ മൂർഖൻ എന്നെ കടിച്ചു. വെളിയിൽ കിടന്ന് ചാകാമെന്ന് കരുതി കിടക്കുമ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ ചാകുന്നതോർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. നീ ശരിയാണോ പറയുന്നത്? എവിടെയാണ് നിന്നെ കടിച്ചത്? കടുവ ചോദിച്ചു. ചേട്ടൻ കാലിൽ നിന്നൊന്ന് വിട്, കാണിച്ചു തരാം. കടുവ കാലിൽ നിന്ന് വിട്ടു. കുറുക്കൻ കാല് നീട്ടി കടുവ കടിച്ച സ്ഥാനത്തുണ്ടായ മുറിവ് കാണിച്ചു കൊടുത്തു. കടുവ പുറകോട്ട് മാറി. കുറുക്കൻ പറഞ്ഞു, ചേട്ടൻ എൻ്റെ കാലിൽ പിടിച്ചത് നന്നായി. തലയ്ക്ക് പിടിച്ചിരുന്നെങ്കിൽ വിവരം പറയാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. ചേട്ടനും ചാകും, ഞാനും ചാകും. ചേട്ടൻ എന്തായാലും ഭാഗ്യമുള്ളവനാ. കുറുക്കൻ സന്തോഷം പ്രകടിപ്പിച്ചു. കുറുക്കൻ്റെ ഭാവവും പറച്ചിലും കീഴാണെന്ന് കടുവ കരുതി. എങ്കിലും പെൺകുറുക്കനും കുട്ടികളും മാളത്തിലുള്ളത് മറന്നില്ല. തടിച്ച പെൺകുറുക്കനെ തിന്നാനുള്ള കൊതി മറച്ചു വെച്ചുകൊണ്ട് കടുവ ചോദിച്ചു, നിന്റെ ഭാര്യ എന്താകത്ത് കയറിയത്? വിളിക്കൂ, ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. അവൾ അത് പോയി കൊണ്ടുവരട്ടെ. അതകത്ത് ചെന്നാൽ വിഷം തനിയെ പുറത്തു വരും. കുറുക്കന് സംഗതി മനസ്സിലായി. അവൻ ചിന്തിച്ചു പറഞ്ഞു, അയ്യോ ചേട്ടാ, അവൾ മാളത്തിൻ്റെ മറ്റേ വാതിലിൽ കൂടി ഓടിപ്പോയി കാണും. ചേട്ടനെ കണ്ട് പേടിച്ചിട്ട്. ചേട്ടൻ പതുക്കെ അപ്പുറത്ത് പോയി നോക്കിക്കേ, അവിടെ എങ്ങും മാറി നിൽക്കുന്നുണ്ടാവും. ശരി. കടുവ ശരി. കടുവ വേരുകൾ ചുറ്റിപ്പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആലിൻ്റെ മറുവശത്തേക്ക് പോയി. ആ തക്കത്തിന് കുറുക്കൻ മാളത്തിനകത്ത് കയറി വാതിലടച്ചു. കടുവ അവിടെയെല്ലാം നോക്കി നടന്ന് ഒടുവിൽ കുറുക്കൻ്റെ അടുത്തേക്ക് വന്നു. കുറുക്കനെയും കണ്ടില്ല. മാളത്തിനടുത്ത് ചെന്ന് വിളിച്ചു. ഒരു ശബ്ദവും കേൾക്കാനില്ല. കുറേ നേരം കാത്തിരുന്ന് ഉരർച്ചയോടുകൂടി അവിടെ നിന്ന് കടന്നുപോയി. കുറുക്കൻ പതുക്കെ വാതിൽ തുറന്നു നോക്കി. കടുവ പോയിരിക്കും. എങ്കിലും കരുതലോടുകൂടി ചുറ്റുപാടും വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. ഇല്ല, അവൻ പോയി. ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം നിശ്ചയമാണ്. ദുഷ്ടനായ കടുവ മാളം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ ഇനി ഏത് സമയത്തും വരും, എന്തും ചെയ്യും. കുറുക്കൻ ദുഃഖത്തോടെ പറഞ്ഞു. അത് പെൺകുറുക്കൻ പറഞ്ഞു, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ വളകൊമ്പനെ ചെന്ന് കാണണം. ആ ചേട്ടന് അന്നൊരു തവണ കാലിലെ മുള്ളു ഊരിക്കൊടുത്തതിൻ്റെ നന്ദി കാണാതിരിക്കില്ല. അത് ശരിയാ. കുറുക്കൻ ഉടൻ തന്നെ വളക്കൊമ്പനെ അന്വേഷിച്ച് നടന്നു. ഒരു മരത്തണലിൽ ഒടിച്ചിട്ട മരച്ചില്ലകളും തിന്ന് ചെവിയാട്ടി രസിച്ചു നിൽക്കുന്ന അവൻ്റെ മുന്നിൽ ചെന്ന് വിവരമെല്ലാം സങ്കടത്തോടു കൂടി പറഞ്ഞു. അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ആന പറഞ്ഞു, ചെങ്ങാതി, നീ ധൈര്യമായി പോയിക്കോ. നാളെ ഞാനങ്ങ് വരാം. നമുക്കെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. പിറ്റേ ദിവസം കടുവ ശബ്ദമുണ്ടാക്കാതെ കുറുക്കൻ്റെ മാളത്തിന് സമീപം എത്തി. വാതിലിൽ 2-3 തവണ പതുക്കെ മുട്ടി. അകത്തു നിന്ന് ഒരു ശബ്ദവുമില്ല. കടുവ വിളിച്ചു പറഞ്ഞു, ഏയ് കുറുക്കച്ചി, നിന്റെ കുറുക്കൻ ചത്തുപോയോ? നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ? കഷ്ടമായി പോയി. പോയത് പോയി. ഇനിയും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് ഫലമെന്താ? നീ വാതിലൊന്ന് തുറക്ക്. ഞാൻ നിനക്ക് കുറച്ച് മാനിറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇറങ്ങി വാ. നിന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്ക്. എന്നിട്ടും ഒരനക്കവുമില്ല. കടുവ അവിടെ കിടന്നു. അടുത്ത കുറ്റിക്കാട്ടിൽ ഇതെല്ലാം ശ്രദ്ധിച്ച് കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. വളകൊമ്പനാണ് നേരത്തെ തന്നെ വന്ന് തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട്. കുറുക്കൻ ആനയെ വിളിച്ച് ആറ്റിൻ്റെ കരയ്ക്ക് ഒരു മരത്തിന് മറവിൽ നിർത്തി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. ആ ഭാഗത്ത് ആറ്റിൽ നല്ല ആഴമുണ്ട്. കുറുക്കൻ മരത്തിനു പിന്നിൽ നിന്ന് ഒന്ന് കൂവി. കടുവ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു ജന്തുവിനെയും കണ്ടില്ല. കുറുക്കൻ ഒളിച്ചു നിന്നു.
ഒഴുക്കിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച് കടുവ പതുക്കെ ആറ്റിൻ്റെ കരയിൽ ചെന്ന് വെള്ളത്തിലേക്ക് നോക്കി. ആ തക്കത്തിന് വളകൊമ്പൻ പുറകിൽ നിന്ന് ചെന്ന് ഒരു തട്ടു കൊടുത്തു. കടുവ തെറിച്ച് കയത്തിൽ വീണു. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായതുകൊണ്ട് വെപ്രാളത്തിൽ വെള്ളത്തിൽ താന്നുപോയി. കുറുക്കന് വളരെ സന്തോഷമായി. ആനയ്ക്ക് 1000 നമസ്കാരം കൊടുത്തു. അതിനുശേഷം കുറുക്കനും കുടുംബവും വളകൊമ്പൻ്റെ ചുറ്റും തുള്ളിച്ചാടിക്കളിച്ചു. ചേട്ടാ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. യാത്ര പറഞ്ഞപ്പോൾ കുറുക്കൻ ആനയോട് ആവർത്തിച്ചു പറഞ്ഞു. ചേനൻ കൊമ്പനാനയുടെ പക. രാവിലെ ആനക്കുഴിയുടെ കരയിൽ അനേകം പേർ തടിച്ചുകൂടി. കുഴിയിൽ ഒരു കൊമ്പനാന വീണിരിക്കുന്നു. ലക്ഷണമൊത്ത ഒരു വലിയ ആന. ആളുകൾ അവനെ കണ്ടുനിന്നു. ആനക്കാരും താപ്പാനകളും എത്തി. കുഴിയുടെ ഒരു ഭാഗം ഇടിച്ച് വലിയ വടമിട്ട് കുഴിയിലെ കൊമ്പൻ്റെ കഴുത്തിലും വയറ്റിലും മുറുക്കിക്കെട്ടി. താപ്പാനകൾ 2 വളരെ പ്രയാസപ്പെട്ട് കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി. കൊമ്പന് തൻ്റെ ഇടവും വലവും നിന്ന ആനകളോട് വല്ലാത്ത പക തോന്നി. കെട്ട് വല്ലാതെ ഇറുകിയിരിക്കുന്നതിനാൽ അവനൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെ അവരുടെ പിടിക്ക് ഒതുങ്ങി നിന്നു. എങ്കിലും ചേനന് ആ അസ്വാതന്ത്ര്യം തീരെ ഇഷ്ടമായില്ല. അതുപോലെയുള്ള 10 ആനകളെ വേണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിക്കും. ഇന്ന് വരെ ചേനനെ ഒരു ജന്തുവും എതിർത്തിയിട്ടില്ല. മലയടിവാരത്തിൽ ചിഹ്നം വിളിച്ച് രാജാതിരാജനായി അവൻ വിലസിയതാണ്. കാട്ടരുവികളും ഈറം കാടുകളും പുഷ്പങ്ങളണിഞ്ഞ ചെടികളും നിറഞ്ഞ് മനോഹരമായി പ്രകൃതി സുന്ദരമായി പരിലസിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ അല്ലലെന്തെന്നറിയാതെ ജീവിച്ച ചേനന് മനുഷ്യരുടെ ഈ ചതി ഒട്ടും സഹിച്ചില്ല. തന്നെ ബന്ധിക്കാനും അടിമപ്പെടുത്താനും തൻ്റെ കൂട്ടുകാരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൻ താപ്പാനകളെ പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ ഈ മനുഷ്യരുടെ വാക്കുകേട്ട് നിങ്ങളിൽ ഒരുവനെ കൂടി അവരുടെ അടിമയാക്കാൻ? നിങ്ങളോ നശിച്ചു, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കണോ? സ്വാതന്ത്ര്യത്തോടെ മലമടുക്കുകളിൽ ഓടിച്ചാടി നടക്കുന്ന ആനകളെ നിങ്ങൾ എന്തിന് ഇവരുടെ തല്ലും ചോറും തീറ്റിക്കാൻ ഒത്താശ നൽകുന്നു? നിങ്ങൾ കാടിനെ പറ്റി ഓർമ്മിച്ചു നോക്കുകയും എത്ര സുഖം! കാട്ടിലകളും ഈറകളും തിന്ന് കാട്ടരുവിയിലെ ശുദ്ധമായ ജലം കുടിച്ച് കൂട്ടരുമൊത്ത് മലഞ്ചെരുവുകളിൽ ഉല്ലസിച്ചുള്ള ആ നടത്തം നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ? ചേനൻ്റെ പരച്ചിൽ കേട്ട് താപ്പാനകൾ ഒരു നിമിഷത്തേക്ക് സുന്ദരമായ കാട്ടിലെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിച്ചു നിന്നുപോയി. അപ്പോഴാണ് ആനക്കാരുടെ അലർച്ച കേട്ടത്. എന്താ നോക്കി നിൽക്കുന്നേ? പിടികിടാ! ആ നടയാനെ! ആ ആജ്ഞ കേട്ടതും അനുസരിച്ച് പഠിച്ച താപ്പാനകൾ വടം കടിച്ചു പിടിച്ചുകൊണ്ട് നേരെ ആനക്കൂട്ടിലേക്ക് നടന്നു. ചേനൻ ബലം പ്രയോഗിച്ചില്ല. ബലം നോക്കിയാൽ ഇറുകുന്നത് അവൻ്റെ കഴുത്തായിരിക്കും. സാവധാനം നടത്തി കൂട്ടിനുള്ളിലേക്ക് അവനെ തള്ളിക്കയറ്റി. വടങ്ങളെല്ലാം അഴിച്ചു മാറ്റി. അല്പം ആശ്വാസമായി. ഉറുമ്പിൻകൂട്ടം പോലെ മനുഷ്യർ ആനക്കൂടിന് പൊതിഞ്ഞു. പുതുതായി കൊണ്ടുവന്ന ആനയെ കാണാൻ എല്ലാത്തിനെയും കൂടി കൂട്ടിപ്പിടിച്ച് നിലത്ത് തല്ലിയാൽ കൊള്ളാമെന്ന് അവന് തോന്നി. അത്രയും അരിശുണ്ട്. എന്തു ചെയ്യാം? അഴിക്കുള്ളിൽ കൊലയാളിയെയും പെരുങ്കള്ളനെയും പോലെ തന്നെ അടച്ചിട്ടിരിക്കുകയല്ലേ. ദിവസങ്ങൾ പോയി കഴിഞ്ഞു. ചേനനെ ഇടം വലം പഠിപ്പിക്കാനും അനുസരിപ്പിക്കാനും പരിചയസമ്പന്നനായ പാപ്പാന്മാർ അടുത്തുകൂടി. പറഞ്ഞതനുസരിക്കാതായാൽ കുന്തം കൊണ്ടുള്ള കുത്ത് ഏൽക്കേണ്ടി വന്നു. ചേനൻ മനഃപൂർവ്വം എല്ലാം അനുസരിച്ചു. അവൻ്റെ ഉള്ളിൽ വൈരാഗ്യം കൂടിക്കൂടി വന്നു. പക വർദ്ധിക്കും തോറും പുറമേ ശാന്തത കാണിക്കാൻ അവൻ മനഃപൂർവ്വം ശ്രമിച്ചു. പുറത്തിറക്കുമ്പോൾ ആദ്യത്തെ താപ്പാനകൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആനക്കാർ പുതിയ 2 താപ്പാനകളെ രംഗത്തിറക്കി. മഹാദുഷ്ടന്മാരായ 2 കൊമ്പന്മാരായിരുന്നു അവർ. ചേനൻ എന്തെങ്കിലും തെറ്റു കാണിച്ചാൽ ചങ്ങല മടക്കി അടിക്കുവാൻ ഒരു കൊമ്പൻ മടിക്കാതെയായി. ചേനൻ അതിനെ നോക്കി വച്ചിരുന്നു. അനുസരിക്കുകയൊക്കെ ചെയ്തു. ക്രമേണ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു പ്രകൃതക്കാരനായി തീർന്നു ചേനൻ. പക്ഷേ അവൻ്റെ ഉള്ളിൽ ആരും കണ്ടില്ല. അവനെ തളയ്ക്കേണ്ട കാര്യം തന്നെ ഇല്ലെന്ന് അധികൃതർക്ക് തോന്നത്തക്ക വിധത്തിൽ അനുസരണയും സ്വാതന്ത്ര്യവുമുള്ള പ്രകൃതം അവനിൽ കണ്ടു. അതോടുകൂടി എല്ലാവർക്കും പ്രിയം കൂടി. ശർക്കര, പഴം തുടങ്ങിയ സാധനങ്ങൾ കാഴ്ചക്കാർ അവന് കൊടുക്കും. ആ ആനക്കൂട്ടിൽ അവനോളം വലുപ്പമുള്ള ഒരു ആനയില്ല. നല്ല ലക്ഷണം, ചെത്തി കൂർമ്മിച്ചതുപോലെയുള്ള കൊമ്പുകൾ, വിതിർന്നു നിൽക്കുന്ന ചെവികൾ,
എടുത്തു പിടിച്ചതുപോലെയുള്ള ഉയർന്ന മസ്തകം, നല്ല എണ്ണക്കറുപ്പ്, നോക്കിയാൽ കണ്ണെടുക്കാതെ ആരും നോക്കി നിന്നു പോവും. അവന് നല്ല സ്വഭാവം കൂടി കണ്ടപ്പോൾ സ്വർണത്തിന് സുഗന്ധം പോലെ അവൻ്റെ മഹത്വം 100 ഇരട്ടിച്ചു. ചേനനെ ചിലപ്പോൾ ആനക്കാർ കൂട്ടിൽ നിന്ന് ഇറക്കി വെളിയിൽ വിടും. അവൻ ദൂരെ എങ്ങും പോകില്ല, മറ്റാനകളെ ഉപദ്രവിക്കില്ല. ഒരു കൊച്ചു കുട്ടിക്ക് കൂടി അടുത്ത് ചെല്ലാം. കുട്ടികൾ പഴവും കരിക്കും അവൻ്റെ തുമ്പിക്കൈയിലാണ് വെച്ചു കൊടുക്കുക. ചേനന് കൂടെ കൂടെ സഹിക്കാനാകാത്ത സങ്കടം വരും. അവൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കും. മലഞ്ചെരുവും ഈറം കാടുകളും കാട്ടരുവികളും കാടിൻ്റെ മണവുമെല്ലാം ഓർമ്മിക്കും. പിന്നീട് തന്നെ കുന്തം കൊണ്ട് കുത്തിയ പാപ്പാനെയും ചങ്ങല കൊണ്ടടിച്ച കൊമ്പനെയും കുറിച്ച് ഓർക്കും. അപ്പോൾ അടക്കാനാവാത്ത കോപമുണ്ടാവും, പക്ഷെ എല്ലാം ഉള്ളിലൊതുക്കും. സമയമായില്ല. അവൻ പറ്റിയ ഒരു സന്ദർഭം നോക്കി കഴിയുകയാണ്. ആനക്കാരോ താപ്പാനകളോ കൂട്ടാനകളോ അത് മനസ്സിലാക്കിയിരുന്നില്ല. ആന മെരുങ്ങിക്കഴിഞ്ഞു. ഇനി അവനെ ലേലം ചെയ്തു കൊടുക്കാമെന്ന് അധികൃതർ തീരുമാനിച്ചു. അതിന് തീയതിയും സമയവും കുറിച്ചു. ചേനനെ വിട്ടുപിരിയാൻ ആ കൂട്ടിലെ അന്തേവാസികൾക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തു ചെയ്യാം, സർക്കാർ കാര്യമല്ലേ, അത് മുറയ്ക്ക് നടക്കാതിരിക്കുമോ? ലേലത്തീയതി വന്നു. അന്ന് രാവിലെ ചേനനെ കുളിപ്പിച്ച് കുറി തൊടിയിച്ചു. കാര്യമല്ല അവന് മനസ്സിലായി. അവൻ ഇവിടെ വന്ന് 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിനെ കുളിപ്പിച്ചൊരുക്കി നിർത്തിയതും 4-5 പേർ കൂടി കസേരയും മേശയും ഇട്ടിരുന്ന് ഓരോ തുക വിളിച്ചു കൂട്ടുന്നത്, അവസാനം വിളിച്ച ആളിൻ്റെ കൂടെ ആനയെ പറഞ്ഞയച്ചതും എല്ലാം അവന് ഓർമ്മ വന്നു. അതുപോലെ ഇന്നും തന്നെയും കൂടുതൽ തുക വിളിക്കുന്ന ആളിന് പിടിച്ചു കൊടുക്കും. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ സഹിക്കാനാവാത്ത സങ്കടവും കോപവും ഉണ്ടായി. ചേനൻ ചിലതെല്ലാം മനസ്സിലുറപ്പിച്ചു. അവനെ കൊമ്പുകൊണ്ട് കുത്തിയ പാപ്പാനെയും ചങ്ങല കൊണ്ടടിച്ച താപ്പാനെയും അവൻ നോക്കി വെച്ചു. രണ്ടും ആ സ്ഥലത്ത് തന്നെയുണ്ട്. ശരി, അവൻ തലയൊതു കുലുക്കി. ലേലത്തറയിലേക്ക് ചേനനെ കൊണ്ടുവന്നു. അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നില്ല. ആനക്കാരും കൂടെ നിന്നില്ല. ലേലത്തിന് വന്ന ആളുകൾ അവൻ്റെ അടുത്ത് ചെന്നു. ചിലർ അവനെ തൊട്ടു, അനങ്ങുന്നില്ല. അപ്പോൾ തുമ്പിക്കൈയിലും കൊമ്പിലും പിടിച്ചു. ചേനൻ വെറുതെ നിന്നു. ലേലം മുതലാളികർക്ക് വലിയ സന്തോഷമായി. ഓരോരുത്തരും പഴവും ശർക്കരയും ചോറും വരുത്തി അവന് കൊടുത്തു. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത്ര നല്ല ഒരാനയെ ഇന്നുവരെ കണ്ടിട്ടില്ല. എത്ര തങ്കം പിടിച്ച സ്വഭാവം! അവൻ്റെ പൊക്കവും നെലുപ്പും കൊമ്പും തുമ്പിക്കയും, ആഹാ, ഇങ്ങനെ ഒരു ആനയെ കണ്ടിട്ട് പോലുമില്ല. ഓരോരുത്തരായി പുകഴ്ത്തി. ചേനനെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. മുതലാളികൾക്കെല്ലാം തുമ്പിക്കൈ പൊക്കി അഭിവാദ്യം അർപ്പിച്ചു. എത്ര തുക കൂടിയാലും അവനെ ലേലത്തിൽ പിടിക്കണമെന്നായി ഓരോരുത്തരും. ലേലം വിളി ആരംഭിച്ചു. പെട്ടെന്നാണ് ചേനൻ്റെ സ്വഭാവം മാറിയത്. അവൻ തുമ്പിക്കൈ പൊക്കി. ആരും അമ്പരന്ന് പോകത്തക്ക വിധത്തിൽ 2 കൊലവിളി. അവൻ നേരെ ചങ്ങല വെച്ചടിച്ച താപ്പാനയുടെ നേർക്ക് ഒറ്റ പാച്ച്. ചെന്നപാടെ മുൻകാലിനും വയറിനും ഇടയ്ക്ക് ഒറ്റ കുത്തുകൊടുത്തു. അതോടെ ആ ആന മറിഞ്ഞു താഴെ വീണു. അവൻ്റെ തലയിൽ കാല് വെച്ച് ഒരു വിളി കൂടി ചേന നടത്തി. അപ്പോഴേക്കും കാണികൾ ലേലക്കാരും ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെട്ടു. ആനക്കൂട്ടം മാത്രം അവിടെ അവശേഷിച്ചു. 2 താപ്പാനകളുമായി അവർ ചേനനെ സമീപിച്ചു. ചേനൻ അവനെ നിന്നു. ഉയർത്തിയ തുമ്പിക്കൈ താഴ്ത്തി. ആനക്കാർ എന്തെല്ലാം പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല. അവനെ കുന്തം കൊണ്ട് കുത്തി മെരുക്കിയ പരിചയസമ്പന്നനായ പാപ്പാൻ ഒരു താപ്പാനയുടെ പുറത്തേറി പിന്നിലൂടെ അവനെ തളയ്ക്കുവാൻ നോക്കി. ഏതാണ്ട് അടുത്തെത്തിയതും ചേനൻ തിരിഞ്ഞ് അയാളെ തുമ്പിക്കൈയിലാക്കിയതും ഒരുമിച്ചായിരുന്നു. അവൻ അയാളെ നിലത്ത് കുത്തി കൊമ്പിലെടുത്ത് നേരെ കിഴക്കോട്ടോടി. കുറേ ദൂരം ചെന്നപ്പോൾ കൊമ്പിൽ കിടന്ന് പിടഞ്ഞ് അയാളെ കുടഞ്ഞ് നിലത്തിട്ടു. അവൻ നിന്നില്ല. ചേനൻ ഇടം വലം നോക്കാതെ മുന്നോട്ടോടി. വഴിയിൽ കണ്ട ആളുകൾ ഭയന്ന് പിന്മാറി. ആനക്കാരും അധികൃതരും തോക്കും മറ്റായുധങ്ങളുമായി പുറകെ ചെന്നപ്പോഴേക്കും ചേനനോടി മലഞ്ചെരുവിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെയും വള്ളിയുടെയും കാട്ടരുവികളുടെ ഇടയിലൂടെ അവൻ ഓടി. ഈറക്കാടുകളുടെ മറവിൽ കാട്ടരുവിയുടെ കളകളാരവത്തോടുകൂടി ഒഴുക്കും പക്ഷിയുടെ നാദവും കാടിൻ്റെ മണവും എല്ലാം അവനെ ഹരം പിടിപ്പിച്ചു. അവൻ്റെ ഉള്ളിൽ എന്തെന്നല്ലാത്ത ആനന്ദം അലതല്ലി. ആനക്കാരും
ഉദ്യോഗസ്ഥരും പേടിച്ചും ഭയന്നും കുറേ നേരം കാട്ടിൽ ചേനനെ അന്വേഷിച്ചു നടന്നു. അവസാനം നിരാശയോടെ അവർ തിരിച്ചുപോയി. അവൻ ഇത്ര കടുങ്കൈ കാണിച്ചിട്ടും ആർക്കും അവനോടൊരു വിരോധവും തോന്നിയില്ല. അത്ര മര്യാദയായിട്ടായിരുന്നു അവൻ പെരുമാറിയത്. അവൻ്റെ ഉള്ളിലെ പകയും സ്വാതന്ത്ര്യവും ആരും മനസ്സിലാക്കിയിരുന്നില്ല. കൊമ്പനാന. നീലിമലയുടെ കിഴക്കേ ചെരുവിൽ ഇടതൂർന്ന് വളരുന്ന ഈറക്കാടുകളുണ്ട്. കാട്ടുപനകളും മുളകളും ആ വനത്തിൽ ധാരാളമുണ്ട്. ചതുരൻ എന്ന കൊമ്പനാനയുടെ നേതൃത്വത്തിൽ ആ മലയുടെ തടത്തിൽ ഒരു കൂട്ടം ആനകൾ പാർത്തിരുന്നു. ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത് താഴ്വരയിലൂടെ കളകളം പൊഴിച്ചിടുന്ന കാട്ടാറിൽ നിന്ന് വെള്ളവും കുടിക്കാം. അങ്ങനെ സുഖമായി അവർ ജീവിച്ചു പോന്നു. ചതുരന് മറ്റു കാട്ടുജന്തുക്കൾക്ക് ഭയമാണ്. ഒരു 8 അടി ഉയരവും അതനുസരിച്ച് ഉടലിൻ്റെ വലുപ്പവും നീണ്ട് അറ്റം കൂർന്ന കൊമ്പുകളും തലയിടുപ്പും എല്ലാം കൂടി കണ്ടാൽ മറ്റാനകൾ പോലും തരിച്ചു നിന്നുപോകും. തൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണത്തിനെ ഏതെങ്കിലും ക്രൂരമൃഗങ്ങൾ ഉപദ്രവിച്ചെന്നോ തടഞ്ഞെന്നോ അറിഞ്ഞാൽ അവൻ്റെ ഭാവം മാറും. അതിന് പകരം ചോദിക്കാതെ അടങ്ങയില്ല. കാരണം കൂടാതെ ചതുരൻ ഒരു ജന്തുവിനോടും കലഹമുണ്ടാക്കില്ല. അവൻ മല പോലെ മറിഞ്ഞു കിടക്കുമ്പോൾ മുയലുകളും മറ്റും അവൻ്റെ പുറത്തു കയറി ചാടി മറയും. അതൊരു തമാശയായി മാത്രമേ ചതുരൻ കരുതുകയുള്ളൂ. പക്ഷേ പിണങ്ങിയാൽ രണ്ടിലൊന്നറിയണം. ഒരിക്കൽ ഒരു കുട്ടിയാനയെ ക്രൂരനായ ഒരു കടുവ കയറി ആക്രമിച്ചു. അതിൻ്റെ തുമ്പിക്കൈ മാന്തി പൊളിച്ചു. വേദന സഹിക്കാനാവാതെ ദീനസ്വരം പുറപ്പെടുവിച്ചത് ചതുരൻ കേട്ടു. അവൻ ഒറ്റ പാച്ചിലാണ് കടുവ കുട്ടിയാനയെ വിട്ട് ഓട്ടം പിടിച്ചു. ആന പുറകെ വിട്ടു. കടുവ ഓടിച്ചെന്ന് ഒരു മരത്തിൽ കയറി. ഒറ്റയടിക്ക് മരം പിഴുതു വീണു. ചില്ലയിൽ പതുങ്ങിയ കടുവയെ തുമ്പിക്കൈ നീട്ടി ചതുരൻ പിടികൂടി. കടുവ അവൻ്റെ തുമ്പിക്കൈയിൽ കൂർത്ത നഖങ്ങൾ ഇറക്കി തൊലി പൊളിക്കാൻ ശ്രമിച്ചു. കോപം കൊണ്ട് വിറച്ച ആന തുമ്പിക്കൈയിൽ കടുവയെ പൊക്കി നിലത്തടിച്ചു. പിന്നീട് കൊമ്പിൽ കുത്തിയെടുത്ത് കൊലവിളിച്ച് ആ മലയാകെ ചാടി നടന്നു. അതിനുശേഷം ഒരൊറ്റ മൃഗങ്ങൾ ആനകളെ ഉപദ്രവിക്കാൻ മുതിർന്നിട്ടില്ല. ഒരു കാലം നാടാകെ വരൾച്ചയിൽപ്പെട്ടു. കാട്ടിലും വെള്ളം കിട്ടാതെയായി. കാട്ടാറുകളെല്ലാം വറ്റി, നീരുറവുകൾ വരണ്ടു. വെള്ളം കുടിക്കാനില്ലാതെ ജന്തുക്കൾ പരക്കം പാഞ്ഞു തുടങ്ങി. എങ്ങും വെള്ളം കിട്ടാനില്ല. അത്യധികമായ വെയിലിൻ്റെ ചൂട് കാരണം കാടുകൾ ഉണങ്ങി തുടങ്ങി. പച്ചിലകൾ പോലും ആവശ്യത്തിന് കിട്ടാതാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ചതുരനും കൂട്ടാളികളും വളരെ ക്ഷീണിച്ചു. എന്താണ് നിവർത്തി? അവരെല്ലാം കൂടി ആലോചിച്ചു. എവിടെയെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലം നോക്കി പോകണം. വെള്ളം എവിടെ? ആരോട് ചോദിക്കും? അപ്പോഴാണ് ചതുരൻ തൻ്റെ കൂട്ടുകാരനായ ചന്ദ്രൻ എന്ന പരുന്തിൻ്റെ കാര്യം ഓർത്തത്. അവൻ ഉടനെ ചന്ദ്രനെ തിരക്കി. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കരയുടെ ചുവട്ടിൽ ചെന്നു. അവിടെയാണ് പരുന്തിൻ്റെ താമസം. കൂട്ടുകാരനെ കണ്ടപ്പോൾ ചന്ദ്രൻ ഇറങ്ങി വന്നു. വിശേഷങ്ങൾ ചോദിച്ചു. വെള്ളം എവിടെ കിട്ടുമെന്ന് നീ അന്വേഷിച്ചറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം മുഴുവനും ദാഹിച്ചു കിടന്ന് മരിക്കും, ആന അറിയിച്ചു. ചന്ദ്രൻ ഉടൻ തന്നെ പറന്നുയർന്നു. വളരെ ഉയരത്തിലെത്തി 4 പാടും നോക്കി. അപ്പോൾ നീലിമലയ്ക്ക് നേർ കിഴക്കുള്ള ആതിരമലയുടെ കിഴക്കേ ചരുവിൽ എന്തോ വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നി. പരുന്ത് ഉടനെ അങ്ങോട്ട് പറന്നു. അതൊരു പൊയ്കയാണ്, നിറഞ്ഞു വെള്ളമുണ്ട്. വിവരം ചന്ദ്രൻ തിരിച്ചു വന്ന് ചതുരനെ അറിയിച്ചു. ആശ്വാസമായി. എങ്കിലും അവിടെ എങ്ങനെ എത്തിച്ചേരും? കിഴക്കൻ തൂക്കായി കിടക്കുന്ന അതിരമല, അത് മുഴുവനും മുൾച്ചെടികളാണ്. വെള്ളം കുടിക്കാതെ കിടക്കുന്ന കുടുംബാംഗങ്ങൾ മല കയറുവാൻ ശക്തരാണോ? ചതുരന്റെ മനസ്സിൽ പല ചിന്തകളും പൊന്തി വന്നു. അവൻ മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു. എന്തിനു വെള്ളം കിട്ടുമെങ്കിൽ എന്ത് കഷ്ടം സഹിച്ചാലും പോവുക തന്നെ എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ചതുരന്റെ നേതൃത്വത്തിൽ അവർ യാത്ര തിരിച്ചു. വഴി തെളിച്ചുകൊണ്ട് മുൻപിൽ നടന്നത് ചതുരൻ തന്നെയായിരുന്നു. മുൾച്ചെടികളും പാറകളും മുന്നോട്ട് തടഞ്ഞെങ്കിലും ആ സംഘം കൂട്ടാക്കാതെ നടന്നു. മുള്ളുകൊണ്ട് ദേഹം കീറിയതും പാറകളിൽ തട്ടി കാലുകൾ മുറിഞ്ഞതും അവരറിഞ്ഞതേയില്ല. വെള്ളമെന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. ഒരു പകൽ മുഴുവനും നടന്നു. സന്ധ്യയായപ്പോൾ അവർ തടാകത്തിന്റെ തീരത്തെത്തി. എല്ലാവരും ഒരുമിച്ചിറങ്ങി വെള്ളം തുമ്പിക്കൈയിൽ കോരി കുടിച്ചു. മതിയാവോളം കുടിച്ചിട്ട് കുറെ വെള്ളം ദേഹത്തും കോരിയെറിഞ്ഞു.
അങ്ങനെ അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുത്തു. ഇരുട്ടായി. ഇനി നമുക്ക് തിരിച്ചു പോകുന്നതെങ്ങനെ? വഴി നല്ലതല്ല, ചതുരൻ പറഞ്ഞു. ഇന്ന് നമുക്കിവിടെ കഴിയാം. രാവിലെ കുറച്ച് വെള്ളം കൂടി കുടിച്ച് പതുക്കെ തിരിച്ചു പോകാം. എല്ലാവരും സമ്മതിച്ചു. തടാകത്തിന്റെ കരയിൽ ആനകൾ വെള്ളം കുടിച്ച ഉത്സാഹത്തിൽ തുള്ളിക്കളിച്ചു. അവിടെ മാളങ്ങൾ വെച്ച് അനേകം മുയലുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ആനകളുടെ തുള്ളിച്ചാട്ടം കാരണം പല മടങ്ങളും ഇടിഞ്ഞു താഴുകയും അനേകം മുയലുകളുടെ കൈകാലുകൾ നഷ്ടമാവുകയും ചിലത് ചത്തുപോവുകയും ചെയ്തു. ദീർഘകർണൻ എന്ന മുയലായിരുന്നു അവരുടെ നേതാവ്. അവൻ മുയലുകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ഈ ആനകളെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് തന്നെയല്ല, അവൻ മേലാൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടത് ചെയ്യുകയും വേണം. എന്താണ് ചെയ്യുക? ഇപ്പോൾ ആനകൾ കുളി കഴിഞ്ഞ് കിടക്കുകയാണ്. നേരം വെളുത്ത് വീണ്ടും ഇവിടെയെല്ലാം ചവിട്ടി തകർക്കും. ദീർഘകണ്ഠന്റെ വാക്കുകൾ മുയലുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഭയപ്പെടുത്തി വിടുകയല്ലാതെ മറ്റു നിവർത്തിയില്ല. ഒരു വയസ്സൻ അഭിപ്രായപ്പെട്ടു, അത് പറ്റുകയില്ല. അവരുടെ നേതാവ് ചതുരനാണ്, ശക്തിയിലും ബുദ്ധിയിലും കേമനാണ്. മര്യാദയ്ക്ക് ചെന്ന് കാര്യം ധരിപ്പിച്ചാൽ അവ ഒഴിഞ്ഞു പോയിക്കൊള്ളും. മറ്റൊരു മുയൽ പറഞ്ഞു. ചണ്ടനോട് ശാഠ്യം തന്നെ വേണ്ട. മര്യാദയും നീതിയും ഒന്നും അവിടെ നടക്കില്ല. ഞാൻ ഏതായാലും ഒന്ന് ശ്രമിക്കുക തന്നെ ചെയ്യാം. ദീർഘകർണൻ പറഞ്ഞു. അവൻ നേരെ സന്യാസിയുടെ അടുത്തേക്ക് പോയി. അല്ല ദീർഘകർണ, ഈ അർദ്ധരാത്രിക്ക് എന്താണ് വന്നത്? സന്യാസി ചോദിച്ചു. സ്വാമി, ഒരു അപകടത്തിലായിരിക്കുകയാണ്. കുറെ ആനകൾ തടാകത്തിന്റെ കരയിലെല്ലാം തുള്ളിച്ചാടി നമ്മളുടെ കൂട്ടാളികളെല്ലാം വളരെ കഷ്ടത്തിലായി. പലരും ചത്തു, ചിലരുടെ കൈകാലുകൾ പോയി. ഈ ആനകളെ ഒന്ന് ഓടിക്കണം. എന്താണ് ഒരു വഴി? ദീർഘകർണൻ അപേക്ഷിച്ചു. അത് ശരി, ചതുരനും മറ്റുമായിരിക്കുമല്ലേ? അതെ, മുയലിനോട് പറഞ്ഞു. ശരി, ഒറ്റ വഴിയുള്ളൂ. നിങ്ങളെല്ലാം കൂടി കുറെ കരികളുകൾ സമ്പാദിക്കണം. എന്നിട്ട് നമ്മുടെ മാലിക്കുരങ്ങനുണ്ടല്ലോ, അവനെ കണ്ടാൽ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടി കുറേ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചു തരും. കുറച്ച് തീയും എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആനകളുടെ 4 വശത്തും കരിയിലയും വിറകും കൊണ്ട് ചെന്നിടണം. 4 വശത്തുനിന്നും തീയും പിടിപ്പിക്കണം. അപ്പോൾ കാണാം ഒരു പൂരം. നീ നാളെ ഉച്ചയ്ക്ക് മുന്നായി ചതുരനെ കണ്ട് ഇങ്ങനെ പറയണം. സന്യാസി ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊടുത്തു. പോയിക്കോ, താമസിക്കേണ്ട. സന്യാസി പറഞ്ഞതുപോലെ മാലിയെ കണ്ട് സഹായം അപേക്ഷിച്ചു. മുയലുകളെ 4 വഴിക്കും വിട്ടു. എല്ലാം നാഴികയ്ക്കകം തിരിച്ചു വന്നു. ആനകൾ വെള്ളം കുടിച്ച സുഖത്തിന് കിടന്നുറങ്ങുകയാണ്. ഈ തക്കത്തിന് സന്യാസി പറഞ്ഞതുപോലെ കുരങ്ങന്മാരും മുയലുകളും കൂടി പണിപറ്റിച്ചു. 4 വശത്തു നിന്നും തീ ആളിപ്പിടിച്ചു. ആനകൾ ചാടി എഴുന്നേറ്റു. എങ്ങോട്ട് പോകാൻ? 4 വഴിക്കും തീ തന്നെ. വെള്ളം കുടിക്കാൻ വന്ന് തീക്കകത്ത് വീണ് ചാകാനാണോ വിധി? അവ ആകെ അമ്പരന്നു. ചതുരൻ പറഞ്ഞു. കൂട്ടുകാരെ, ഭയന്നു നിൽക്കാതെ എല്ലാവരും എൻ്റെ പിന്നാലെ ഓടി വരിക. കൊമ്പൻ അല്പം തീ ഒഴിഞ്ഞ് ഇടം നോക്കി മുന്നോട്ട് കുതിച്ചു. മറ്റാനകൾ പിന്തുടർന്നു. അവ നേരെ നീലിമലയ്ക്ക് വച്ചുപിടിച്ചു. ഇരുട്ടിൽ മുള്ളും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവർ കഷ്ടപ്പെട്ടു നടന്ന് നീലിമലയിലെത്തി. താവളത്തിൽ ചെന്നപ്പോൾ ആശ്വാസമായി. അവ വഴിക്കുണ്ടായ വിഷമതകളും തടാകക്കരയിലെ തീപിടുത്തവും എല്ലാം പറഞ്ഞ് വട്ടത്തിൽ കിടന്നു. കുറെ നേരം കഴിഞ്ഞ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. വെള്ളം തേടി വീണ്ടും പോകുന്ന കാര്യമായി ചർച്ച. രാത്രിയിൽ കരയ്ക്ക് തീപിടിച്ചെങ്കിലും തടാകത്തിൽ വെള്ളം കാണുമെന്നും അങ്ങോട്ട് പോകണമെന്നും ചതുരൻ നിർദ്ദേശിച്ചു. അപ്പോഴാണ് ഓടിക്കിതച്ച് ദീർഘകർണൻ അവിടെ എത്തിയത്. അവൻ ഓടി ചതുരന്റെ മുന്നിൽ ചെന്ന് തൊഴുതു. ചതുരൻ ചേട്ടാ, ഞാൻ പാവമാ. എൻ്റെ കുട്ടികൾ വെള്ളം കുടിക്കാതെ ഇപ്പോൾ മരിക്കും. ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ? അവൻ ചോദിച്ചു. ഇവിടെ വെള്ളമില്ല. ആതിരമലയുടെ കിഴക്കേ ചെരുവിൽ ഒരു തടാകമുണ്ട്. ചതുരൻ പറഞ്ഞു. അയ്യോ ചേട്ടാ, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ആരാണ്ട് ദ്രോഹികൾ ഇന്നലെ രാത്രി തടാകത്തിന് തീവെച്ചു. ഒരു തുള്ളി വെള്ളമില്ല, മുയൽ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് രക്ഷയില്ല. ഇനിയും വെള്ളത്തിന് എന്താ വഴി? ചതുരൻ ആലോചിച്ചു. എന്നാൽ ഞാൻ പോകുന്നു ചേട്ടാ. എവിടെയെങ്കിലും വെള്ളം കിട്ടുമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പറയാം. കുറുമ്പൻ ആനക്കുട്ടൻ പാഠം പഠിപ്പിച്ചു. ഒരിടത്ത് കാട്ടിൽ കുറുമ്പനായ ഒരു ആനക്കുട്ടൻ ഉണ്ടായിരുന്നു. മറ്റ് ചെറിയ മൃഗങ്ങളെ ഒരാവശ്യമില്ലാതെ അവൻ ഉപദ്രവിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കളിച്ചു നടക്കിയ ഒരു വലിയ മരക്കൊമ്പിൽ അവൻ ഒരു കുരുവിയുടെ കൂട് കണ്ടു.
ഉടനെ തന്നെ അവൻ ആ മരച്ചില്ല തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് കുലുക്കാൻ തുടങ്ങി. ആ കൂട്ടിൽ കുറേ മുട്ടകളുണ്ടായിരുന്നു. പാവ അമ്മക്കുരുവി. അവൾ വേഗം പറന്നു ചെന്ന് ആനക്കുട്ടനോട് ചോദിച്ചു, ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, എൻ്റെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോവും. ആനക്കുട്ടനുണ്ടോ? കുരുവിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ മരച്ചില്ല കുലുക്കി. കുരുവിയുടെ മുട്ടകൾ ഓരോന്നായി താഴെ വീണുടഞ്ഞു. പാവ അമ്മക്കുരുവി കരഞ്ഞു തളർന്ന് അവിടെ ഇരുന്നു. അവൾ ആനക്കുട്ടനോട് ഉറക്കെ പറഞ്ഞു, ഞാൻ നിന്നെ വെറുതെ വിടില്ലട ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? ആനക്കുട്ടൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു കടന്നൽ കുരുവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മക്കുരുവി ആ കടന്നലിനോട് ചോദിച്ചു, ദുഷ്ടനായ ആനക്കുട്ടന് അവിടെ പകരം വീട്ടാൻ എന്നെ സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്? കടന്നൽ ചോദിച്ചു. ഞാനൊരു ഉപായം പറയാം. അതിനു മുമ്പ് നമുക്ക് ഒരാളുടെ കൂടി സഹായം കിട്ടാനുണ്ട്, കുരുവി പറഞ്ഞു. എന്നിട്ടവൾ അടുത്ത കുളത്തിൽ താമസിച്ചിരുന്ന തവളച്ചേട്ടനെ പോയി കണ്ടു സഹായം അഭ്യർത്ഥിച്ചു. തവളച്ചേട്ടൻ വേഗം തന്നെ കുരുവിയെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ അമ്മക്കുരുവി തൻ്റെ കടന്നൽ കൂട്ടുകാരെയും കൂട്ടി ആനക്കുട്ടൻ കളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയതും കടന്നൽ കൂട്ടം തങ്ങളുടെ പണി ആരംഭിച്ചു. അവർ ആനക്കുട്ടനെ കൂട്ടത്തോടെ ആക്രമിച്ചു. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണു കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പാഞ്ഞു. അപ്പോഴാണ് ദൂരെ തവളച്ചേട്ടൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു കൊക്കയിലേക്കാണ്. അമ്മക്കുരുവി പറഞ്ഞതനുസരിച്ച് ഒരു കൊക്കയുടെ വശത്തിരുന്നായിരുന്നു തവളച്ചേട്ടൻ കരഞ്ഞത്. കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്ന് രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരിക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സഗ. ജംബു എന്ന ആനക്കുട്ടിയും കുഞ്ഞിക്കിളിയും. പണ്ട് കിന്നരിപ്പുഴയുടെ തീരത്ത് ജംബു എന്ന ആനക്കുട്ടിയും ഒരു കുഞ്ഞിക്കിളിയും താമസിച്ചിരുന്നു. ജംബുവിൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. ആനക്കുട്ടിക്ക് കൂട്ടിന് കുഞ്ഞിക്കിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ജംബു വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് കുഞ്ഞിക്കിളി ചോദിച്ചു, ആനക്കുട്ടി, എന്തു പറ്റി? എന്ത് വിഷമമുണ്ടായാലും എന്നോട് പറയൂ, ഞാൻ പരിഹരിക്കാം. അപ്പോൾ ജംബു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞിക്കിളി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. അതിനാൽ നടന്നുപോയി തീറ്റ അന്വേഷിക്കാൻ പറ്റുന്നില്ല. അത് കേട്ട് കുഞ്ഞിക്കിളി പറഞ്ഞു, കൂട്ടുകാരി, നീ വിഷമിക്കേണ്ട. നീ എൻ്റെ കൂട്ടിലെ മുട്ടകൾക്ക് ആപത്തൊന്നും പറ്റാതിരിക്കാൻ താഴെ കാവലിരുന്നോളൂ. ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് കുഞ്ഞിക്കിളി തൻ്റെ കുഞ്ഞിച്ചിറകുകൾ വിരിച്ചുകൊണ്ട് പറന്നകന്നു. അപ്പോൾ ജംബു മരത്തിന് താഴെ വിശ്രമിച്ചുകൊണ്ട് കുഞ്ഞിക്കിളിയുടെ മുട്ടകൾക്ക് കാവലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കിളി തിരിച്ചു വന്നു. എന്നിട്ട് ജംബുവിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് അകലെയുള്ള സ്ഥലത്ത് നല്ല പനയോല കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നാൽ കാട്ടിത്തരാം. ഇത് കേൾക്കേണ്ട താമസം ജംബു കുഞ്ഞിക്കിളിയുടെ പിന്നാലെ ചെന്നു. വിശ്രമിച്ചതിനാൽ ക്ഷീണമെല്ലാം പമ്പ കടന്നിരുന്നു. അധികം താമസിയാതെ അവർ പനയോല കൂട്ടത്തിനരികിലെത്തി. കുഞ്ഞിക്കിളി ജംബുവിന് പനയോല കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇഷ്ടം പോലെ തിന്നോളൂ ആനക്കുട്ടി. ജംബു സന്തോഷത്തോടെ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് തൻ്റെ ഇഷ്ടമറി. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.